ശരി, ശ്രീജിത്ത് പണിക്കറിലേക്ക് ഞാൻ പോകുന്നു. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ഒരു വികസന വിരോധിയാണോ? മറുപടി പറയൂ. ശ്രീമതി സ്മൃതി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പല പല അവതാര പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്ന സമയത്തെല്ലാം തന്നെ നമ്മളെല്ലാവരും വികസന വിരോധിയായി മാറുന്നുണ്ട്. തന്നെയുമല്ല, മനോഹരമായിട്ടുള്ള ഒരു പദവുമുണ്ട്, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. കാരണം കഴിഞ്ഞ ടൈമിൽ ശ്രീ രമേശ് ചെന്നിത്തല കുറേയധികം ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നപ്പോൾ ആ ആരോപണങ്ങളിൽ ഏതാണ്ട് 90% കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയത് നമുക്കറിയാവുന്നതാണ്, പല വിഷയങ്ങളിലും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ശ്രീ എം പി രാജേഷ് ഇന്ന് നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്തൊക്കെ കാതലായ വിഷയങ്ങളെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് അദ്ദേഹം ശ്രമിച്ചില്ല. മറിച്ച് നമ്മൾ ഈ ഒപ്റ്റിക്സിന് വേണ്ടി എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ യാതൊരു വിധത്തിലുള്ള അഴിമതിയുമില്ല, വളരെ സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭരണപരമായിട്ടുള്ള കാര്യം, മറ്റൊന്ന് ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് മറ്റു വകുപ്പുകളുമായി കൃത്യമായ കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷെ അത് ഇതിനോടകം തന്നെ ഈ ചർച്ചയിൽ കാര്യമായി അതിനെപ്പറ്റി പ്രതിപാദിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് വെള്ളം. ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ജനയുഗത്തിലെ ലേഖനത്തിനെ പറ്റി പറയുമ്പോൾ അവർ കേവലം സത്യൻ മൊകേരിയുടെ അഭിപ്രായമാണ് എന്ന നിലയ്ക്ക് കാണരുത്. കാരണം ജനയുഗത്തിന്റെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് ബിനോയ് വിശ്വമാണ്. അപ്പോൾ അത് CPIയുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് തന്നെ കാണണം, കാരണം അത് പാർട്ടിയുടെ മുഖപത്രവുമാണ്. അപ്പോൾ അവരതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡാം മലമ്പുഴയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പാലക്കാടുള്ള നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പലപ്പോഴും ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോലും ഈ ഡാമിന് സാധിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സ്മൃതി പറഞ്ഞിരുന്ന ഒരു ചോദ്യം ഈ ലേഖനത്തിൽ അടക്കം ഉന്നയിക്കപ്പെടുന്നത്, അവിടെ വേണ്ടത് നെൽകൃഷിയാണോ മദ്യ ഫാക്ടറിയാണോ? അപ്പോൾ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനും മറുപടി നമുക്ക് കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ചില കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വരൂ നമുക്ക് അവിടെ പോയി കാണാം എന്നൊക്കെയാണ് പറയുക. ഏത് നിരവധി വർഷങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അവിടെയുള്ള ജലലഭ്യത എന്ന് പറയുന്നത് കൃത്യമായി കുറഞ്ഞു വരികയാണ്. അവിടെ പല സ്ഥലങ്ങളിലും പ്രക്ഷോഭം നടക്കുന്നതിനെ പറ്റി നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഇനി പിന്നീട് ഇതിന്റെ 4ാമത്തെ ഘട്ടത്തിൽ ബ്രൂവറിയൊക്കെ വരുന്ന സമയത്തേക്ക് പരമാവധി വെള്ളം അവർക്ക് കൺസ്യൂം ചെയ്യേണ്ടി വരുന്ന സമയത്തേക്ക് എന്തായിരിക്കും അവിടുത്തെ ജലലഭ്യത എന്നതൊക്കെ തന്നെ ഒരുപക്ഷെ പാലക്കാട്ടുകാരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വിധി എന്ന് മാത്രമേ നമുക്ക് നിലവിൽ പറയാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത ഒരു പ്രശ്നമുണ്ട് ഇതിൽ. ആ പ്രശ്നത്തിനെ പറ്റി ഇവിടെ ശ്രീ രാജേഷ് സംസാരിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിലേക്ക് കൊണ്ടുപോയത്? ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സംരംഭമാണ്, സംരംഭം വരുന്ന സമയത്ത് അതിന് നമ്മൾ അനുവാദം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംരംഭങ്ങളും ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണോ അപ്രൂവൽ കൊടുക്കുന്നത്? അല്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ബിസിനസ്സിന് വരുന്ന സമയത്ത് അത് ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണോ അപ്രൂവലിന് കൊടുക്കുക? അല്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നയപരമായിട്ടുള്ള ഒരു വിഷയമാണ്. മദ്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കാലാകാലങ്ങളായിട്ട് നയരൂപീകരണമുണ്ട്. അപ്പോൾ ആ നയരൂപീകരണത്തിന് വയലേറ്റീവ് ആവില്ല എന്നതിനെപ്പറ്റി ഉറപ്പുവരുത്തുന്നതിനാണ് അത് മന്ത്രിസഭയിൽ കൊണ്ടുപോകുന്നത്, ചർച്ച ചെയ്യുന്നത്, എന്നിട്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആര് ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചാലും ഇതല്ല അതിന്റെ മാർഗം എന്നുള്ളത് അറിയുക. എന്ന് വെച്ചാൽ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ മദ്യനയം എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ബ്രൂവറി ലൈസൻസ് കൊടുക്കാനായിട്ട് സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ്. കാരണം നയപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രഖ്യാപിത നയങ്ങളുണ്ട്. അതിലൊന്ന് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് മദ്യനിർമ്മാണ ഫാക്ടറികളോ ഇത്തരത്തിലുള്ള ഡിസ്റ്റിലറി ബ്രൂവറി യൂണിറ്റുകളോ ഒന്നും തന്നെ അനുവദിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഒന്നാമത്തേത്. 2, നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ പറയുന്ന വിദേശ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറേയധികം ചെലവ് നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ കണക്ക്. അപ്പോൾ ആ കണക്ക് എത്രയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ എത്ര ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും, അതിനുവേണ്ടി സർക്കാരിന്റെ വിഭവങ്ങൾ എത്രത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയും. സർക്കാർ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ ഭൂമി വരാം, നിർബന്ധമായിട്ടും അതിലേക്ക് വെള്ളമുണ്ടാകും. ആ വെള്ളം എന്ന് പറയുന്നത് ഭൂഗർഭ സ്രോതസ്സാണോ, സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ നിന്നാണോ കൊടുക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണനാ വിഷയമാണ്. അപ്പൊ ഇതിനെയെല്ലാം കൂടെ നോക്കി നയവുമായി തട്ടിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എത്രയാണ്, അതിന്റെ വിപണനം എത്രയാണ്, ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെത്രയാണ്, ഇതിനെപ്പറ്റി എല്ലാം സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണ്ടേ? എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള വെള്ളം ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ പരിമിതമാണ് എന്നും അത് നയപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. എങ്കിൽ നമ്മുടെ വിഭവങ്ങൾ നീതിപൂർവ്വം നൽകണമെന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അവിടെയാണ് ടെൻഡറിന്റെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. അതായത് നമുക്ക് കൊടുക്കാനുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. പ്രത്യേകിച്ച് വെള്ളം എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ നമുക്ക് കൊടുക്കാനുള്ളത് വളരെ പരിമിതമാണ്.
എങ്കിൽ അതിൽ ഈ ചോദിക്കുന്ന ആളിന് ഉടനെ അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരു കുത്തക സൃഷ്ടിക്കലല്ല ഇവിടെ വരുന്നത്. നമ്മുടെ പരിമിതമായ വിഭവത്തിലേക്ക് അവകാശം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം തുല്യമായ രീതിയിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെയുള്ള എല്ലാ മദ്യനിർമ്മാതാക്കൾക്കും കൊടുക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ഡീൽ എന്താണോ അത് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.